സുവാർത്താ സന്ദേശത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രത്യേക വന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ ദൈവശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം, കാണുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കി തന്ന ഈ അവസരത്തിനും നിങ്ങളോട് ദൈവവചനത്തിൽ സംസാരിപ്പാൻ ദൈവം തന്നായിരിക്കുന്നതായ ഈ അവസരം ഓർത്തും ദൈവത്തിന് നന്ദി പറയുന്നു. നാം കഴിഞ്ഞ ചില ആഴ്ചകളായി കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിൽ നിന്നും പ്രസ്താവിച്ചതായിരിക്കുന്ന മൊഴികളെക്കുറിച്ചാണ്. കഴിഞ്ഞ ചില ആഴ്ചകളായി നാം 4 മൊഴികളെക്കുറിച്ച് കേൾക്കുവാൻ തക്കവണ്ണമിടയായി. കഴിഞ്ഞ ആഴ്ചയിൽ നാം കേട്ടത് ഏലി ഏലി ലമാ സബക്താനി എന്നുള്ളതായിരിക്കുന്നതായ വിഷയമായിരുന്നു. യേശുവിൻ്റെ നിലവിളി, യേശുക്രിസ്തു എന്തിനു വേണ്ടി നിലവിളിച്ചു എന്നുള്ളത് നാം വളരെ വിസ്താരമായി കഴിഞ്ഞ ആഴ്ച ശ്രദ്ധിപ്പാൻ തക്കവണ്ണം ഇടയായി. ഈ ആഴ്ചയിൽ യേശുക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് മൊഴിഞ്ഞ 5-ാമത്തെ വാക്കുകളാണ് നാം ശ്രദ്ധിപ്പാൻ തക്കവണ്ണം പോകുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ 5-ാമത്തെ മൊഴിയിൽ വളരെ ചുരുങ്ങിയ വാക്കുകളാണ് ഉള്ളത് എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. എബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും ഒക്കെ ഈ പദപ്രയോഗം വളരെ ചെറുതാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഒരൊറ്റ വാക്കിലാണ് യവനായ ഭാഷ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ ഈ മൊഴി പ്രസ്താവിച്ചിരിക്കുന്നത്. ഡിഫ്സോ എന്ന ഒരൊറ്റ പദമേ അവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ഐ തേസ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു എന്നാണ്. ആ പദമാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയിൽ നാം ഒരുമിച്ച് ചേർന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. 4-ാമത്തെ മൊഴിയിൽ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ കിടന്ന സംഭവം നാം വളരെ വ്യക്തമായി ചിന്തിക്കുകയുണ്ടായി. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ ആ എരിപൊരി കൊള്ളുന്നായിരിക്കുന്ന വെയിലിൽ കിടന്നവനായിരിക്കും നമ്മുടെ കർത്താവ്. 12 മണിക്ക് ഒരു വലിയ കൂരിരുട്ടുണ്ടായി. ആ കൂരിരുട്ടിൻ്റെ ഉള്ളിൽ 3 മണിക്കൂറുകൾ കഴിഞ്ഞുകൂടുവാൻ തക്കവണ്ണമിടയായി. ഉച്ചയ്ക്ക് 3 മണിയായപ്പോഴാണ് ഏലി ഏലി ലമാ സബക്താനി എന്ന് നിലവിളിക്കുന്നത്. ആ കൂരിരുട്ടിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് പറയുവാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ലെങ്കിലും പലപ്പോഴും ആ വേദഭാഗം എൻ്റെ ഹൃദയത്തിൽ വളരെ ശക്തമായ ചില ചിന്തകൾ നൽകിയത് ഞാൻ ഇപ്രകാരം ഓർക്കുന്നു. വാസ്തവത്തിൽ ക്രൂശിൻ്റെ മർമ്മം എന്ന് വിളിക്കുവാൻ കഴിയുന്ന ഒന്നാണ് അത് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. എന്തായിരുന്നു വാസ്തവത്തിൽ ഈ വലിയ ദാഹം യേശുവിനുണ്ടായത് എന്ന് നാം ചിന്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എനിക്ക് ദാഹിക്കുന്നു എന്ന് യേശു അവിടെ കിടന്നുകൊണ്ട് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്നായ പടയാളികൾ കയ്പ് കലക്കിയ വീഞ്ഞ് യേശുവിന് കൊടുത്തു എന്ന് നാം വായിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യത്തിലാണ് നമുക്കങ്ങനെ വായിപ്പാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഇത്രമാത്രം വലിയ ദാഹമുണ്ടാകുവാൻ തക്കവണ്ണം എന്താണ് കാരണമെന്ന് ചോദിക്കുന്നതിന് പല രീതിയിലുള്ളതായിരിക്കുന്ന മറുപടികൾ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ സമയത്ത് സൂര്യൻ ശക്തമായി പ്രകാശിക്കുന്ന സമയമാണ്. 3 മണിക്കൂർ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ കിടന്നു കഴിയുമ്പോഴത്തേക്ക് ഒരാൾ ആ വെയിലത്ത് കിടന്നാൽ എത്രമാത്രം ദാഹിക്കും എന്നുള്ളത് ന്യായമായി ചിന്തിക്കാവുന്ന സംഗതിയായിരിക്കാം. പക്ഷേ അത് കഴിഞ്ഞ് 12 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ ഉള്ളായിരിക്കുന്ന സമയങ്ങൾ കൂരിരുട്ടായിരുന്നു. സൂര്യൻ ഇരുണ്ടുപോയി. അല്പം പോലും അത് പ്രകാശം ഉണ്ടായിരുന്നില്ല. ചൂട് അതിനോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. എന്നിട്ടും കർത്താവ് വളരെയധികം ഉച്ചത്തിൽ അത് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ആ ദാഹം എന്തായിരുന്നു? എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്? ലോകപ്രകാരമുള്ള ഒരു ദാഹമായിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും പടയാളികൾ കൊണ്ടുകൊടുത്തതായിരിക്കുന്നതായ കയ്പ് കലക്കിയ വീഞ്ഞ്, ദാറ്റ് ഇൻടോക്സിക്കേറ്റഡ് ഡ്രിങ്ക്, അവന് കുടിക്കുമായിരുന്നു. അവനത് പാനം ചെയ്യുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുമായിരുന്നു. പക്ഷെ അവൻ്റെ ദാഹം ലോകപ്രകാരമുള്ളതായിരിക്കുന്ന ഒരു ദാഹമായിരുന്നില്ല എന്ന്
നാം ചിന്തിക്കുന്നെങ്കിൽ അത് നിശ്ചയമായും അത് സത്യത്തിലുള്ളായിരിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. ആ സംഗതി അവൻ കുടിക്കുവാനും രുചി നോക്കുവാനും ഇടയായി തീർന്നില്ല എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. ഈ സംഗതി അല്ലെങ്കിൽ കയ്പ് കലങ്ങിയ വീഞ്ഞ് കൊടുത്തിരുന്നത് പലപ്പോഴും ആളുകൾ വേദന അറിയാതെ ക്രൂശിൽ കിടക്കുവാൻ വേണ്ടിയും ആ വേദന അറിയാതെ അവരുടെ മരണം ഉണ്ടാകുവാനും തക്കവണ്ണമായിരുന്നു പടയാളികൾ അത് കൊടുത്തിരുന്നത്. പക്ഷെ യേശു അത് കുടിച്ചില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ കടന്നുപോയത് താൻ ചെയ്ത ഏതെങ്കിലും തെറ്റുകൾ കൊണ്ടോ പാപങ്ങൾ കൊണ്ടോ അല്ല എന്നുള്ളത് അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. പാപിയല്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, ജീവിതത്തിൽ ഒരിക്കൽ പോലും പാപത്തിൻ്റെതായിരിക്കുന്ന വഴികളെക്കുറിച്ച് ചിന്ത പോലും ഇല്ലാതിരുന്നായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ പ്രത്യേക സമയത്ത് ആ കയ്പ് കലക്കിയ വീഞ്ഞ് വേണ്ട എന്ന് വെച്ചിട്ട് വേദനകൾ മുഴുവൻ സഹിക്കുവാൻ തക്കവണ്ണം തയ്യാറായി അത് മുഴുവനും ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കാരണം താൻ വിടുവിക്കുന്നതായിരിക്കുന്ന ജനത്തിന് ഉണ്ടാകേണ്ടതായിരിക്കുന്ന വിടുതൽ ഒരറിവില്ലായ്മയിൽ നിന്ന് ഉളവാകുന്നതല്ല, പിന്നെയോ മുഴുവൻ പാപങ്ങളും ക്ഷമിച്ച് അതിൻ്റെ വേദനകൾ മുഴുവൻ വഹിച്ച് യെശയ്യാ പ്രവാചകൻ 53-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്ന ആളുകൾ, പാപത്തിൻ്റെ വഴിയിൽ പോയിരുന്ന ആളുകൾ, പാപത്തിൻ്റെതായിരിക്കുന്ന മുഴുവൻ ഭാരവും അത് അവൻ ഏറ്റെടുത്തുകൊണ്ട് ദൈവമക്കളെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കുവാൻ, പാപത്തിൽ നിന്ന് വിടുവിച്ച് പിശാചിൻ്റെ പിടിയിൽ നിന്ന് വിടുവിച്ച് അവരെ സ്വതന്ത്രരാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പുത്രൻ തന്നെത്താൻ തയ്യാറായതാണ് എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ആ പാപത്തിൻ്റെ പാനപാത്രം അവൻ കുടിക്കണോ വേണ്ടായോ എന്നുള്ളായിരിക്കുന്ന സംഗതിയൊക്കെ അവൻ്റെ ജീവിതത്തിൽ പിന്നീട് വരുന്നതായി നാം വായിക്കുന്നുണ്ടെങ്കിലും നാം ഈ വേദഭാഗത്ത് കാണുന്നതായിരിക്കുന്ന സത്യം, ഈ പാപത്തിൻ്റെ പാനപാത്രം കുടിക്കുവാൻ അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. പാപത്തിൻ്റെ ഭാരം വളരെ വലുതായിരുന്നു. നമുക്കറിയാം, ഈ ലോകത്തിൽ ഒരു വ്യക്തി പാപത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ, പാപത്തിൻ്റെതായിരിക്കുന്ന ഭാരം പേറിക്കഴിഞ്ഞാൽ, ആ പാപത്തിൻ്റെ കീഴിൽ അമർന്ന് പല അവസരങ്ങളിലും ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് ജീവിതമേ വേണ്ട എന്ന് വെച്ച് ജീവിതത്തിൽ നഷ്ടപ്രായമായി പോകുന്നതായിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നത് നമ്മുടെ ചുറ്റുപാട് നാം കണ്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയെപ്പോലും ഒരു കാരണവശാലും അങ്ങനെയുള്ള ജീവിതത്തിലേക്ക് തള്ളിവിടുവാൻ തക്കവണ്ണം അല്പം പോലും ഇഷ്ടപ്പെടാതെ സകല മാനവജാതിയുടെയും പാപത്തെ വഹിപ്പാൻ തക്കവണ്ണം യേശു ക്രിസ്തു തയ്യാറായി എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, യേശു ആ കയ്പ് കലക്കിയ വീഞ്ഞു കുടിച്ചില്ല, പക്ഷെ അവൻ അവിടെ കിടന്നുകൊണ്ട് മറ്റെന്തോ പാനീയം കുടിച്ചതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിത ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ മദ്യരസത്തിൻ്റെ എന്തെങ്കിലുമുള്ള ഒരു സംഗതിയും അവൻ അവിടെ ഉപയോഗിച്ചില്ല എന്ന് കാണാം. പകരം വേദപുസ്തകം പറയുന്നത് അവൻ ചൊറുക്കയാണ് കുടിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത് എന്നത്രേ. ഗ്രേപ്പ് ജ്യൂസ്, മുന്തിരിച്ചാറ് അവനുണ്ടാക്കി കാണാം. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു കാനാവിലെ കല്യാണത്തിന് കടന്നുപോയത് മുഖാന്തരമായി അവൻ മുന്തിരിച്ചാറ് ഉണ്ടാക്കി കൊടുക്കുവാൻ, ആ ഭവനക്കാർക്ക് ആവശ്യമായിരിക്കുന്ന വീഞ്ഞ ഉണ്ടാക്കി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി. വെള്ളം കോരി കൽപാത്രങ്ങളിൽ ഒഴിച്ചത് വീഞ്ഞാക്കി രുചിച്ചു നോക്കിയാറെ ഏറ്റവും നല്ലത് എന്ന് കണ്ട് വിരുന്നുവാഴിയുടെ സർട്ടിഫിക്കറ്റോടുകൂടി അവിടെ കടന്നു വന്ന ആളുകൾക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി. പക്ഷേ അത് മദ്യലഹരിയുള്ളതായിരിക്കുന്ന വീഞ്ഞായിരുന്നില്ല. ആ വേദഭാഗം തന്നെ അതിന് സാക്ഷ്യം പറയുന്നുണ്ട്. ഓമനകുമാരനായിരിക്കുന്ന കർത്താവ് ജീവിതത്തിൽ യാതൊരു പാപവും ചെയ്യുവാനോ
അതുമായി ബന്ധപ്പെടുവാനോ ഇടയാകാതെ പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനായിരിക്കുന്ന നമ്മുടെ കർത്താവ് തൻ്റെ ജീവിത മുഖാന്തരമായി നമ്മുടെ മുമ്പിൽ ഒരു പാത വെട്ടിത്തുറക്കുകയായിരുന്നു കാൽവറിയിൽ. ലോകത്തിൻ്റെ പാപങ്ങളിലേക്ക് പോയി പാപത്തിന് അടിമപ്പെട്ട് ദൈവമില്ലാതെ ജീവിപ്പാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരല്ല ഇന്ന് എന്നെ കാണുന്ന കേൾക്കുന്ന ദൈവശബ്ദം കേൾക്കുന്നതായ ആളുകൾ. അങ്ങനെയുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടി ദൈവത്താൽ നൽകപ്പെട്ടതായിരിക്കുന്ന സന്ദേശമാണിത്. ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ ലോകത്തിൻ്റെതായിരിക്കുന്ന സംഗതികളിലും ജീവിതത്തെ നയിച്ച് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം അല്ല ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ സ്വാന്തന വചനങ്ങൾ ഈ വൈകിയ വേളയിൽ വചനത്തിലൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ യേശുവിനായി സമർപ്പിക്കുവാനുള്ള ആഹ്വാനം നിങ്ങൾ ഏറ്റെടുത്താൽ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. ഇന്ന് പല ആളുകളും യേശു വീഞ്ഞുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കെയർ ഓഫിൽ മദ്യപാനികളായി തീരുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നതായി കാണുവാൻ സാധിക്കും. എനിക്ക് പലപ്പോഴും ലജ്ജാകരമായി തോന്നിയിട്ടുള്ള ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ ഇത്ര പാവനമായിരിക്കുന്ന സംഗതികളാണ് ലോകത്തിൽ യേശുവിൻ്റെ ജനനം പ്രദാനം ചെയ്യുവാനിടയാക്കിയെങ്കിൽ ആ യേശുവിൻ്റെ ജനന സമയത്ത് ഇന്ന് മദ്യപാനികളുടെ എണ്ണമാണ് ക്രൈസ്തവ മണ്ഡലത്തിൽ കൂടുതൽ വർദ്ധിപ്പാനിടയായിത്തീരുന്നത്. ലജ്ജാകരമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഓരോ വർഷം കഴിയും തോറും കൂടിക്കൂടി വരുന്നത് കാണുമ്പോൾ ഈ ലോകം എത്രമാത്രം ദുഷ്ടതയിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. പല ആളുകളും പല എക്സ്ക്യൂസസ്, ഒഴിവഴികൾ പറഞ്ഞിട്ട് മദ്യപാനത്തിലും വെറുക്കൂത്തിലും ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. വാസ്തവത്തിൽ യേശു കർത്താവിൻ്റെ ജീവിതചര്യ മനസ്സിലാക്കിയ ഒരു വ്യക്തി പോലും യേശുക്രിസ്തുവിൽ നിന്ന് അകന്ന് അപ്രകാരമുള്ളതായിരിക്കുന്ന സംഗതിയിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരുകയില്ല. ഏതെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും തിരുവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ദുർനടപ്പുകാർ, വെറുക്കൂത്തുകാർ, അങ്ങനെയുള്ളതായിരിക്കുന്ന ജീവിതശൈലികളുമായി മുൻപോട്ട് പോകുന്ന ആരും തന്നെ ദൈവരാജ്യത്തിൻ്റെ അവകാശികളാകയില്ല. വിശുദ്ധ പൗലോസ്ലീഹ 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കാണുവാൻ സാധിക്കും. നാം എത്രമാത്രം ജീവിതത്തെ സൂക്ഷിച്ച് മുൻപോട്ട് പോകുമോ അത്രമാത്രം നമ്മെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. യേശുക്രിസ്തുവിൻ്റെ വലിയ ദാഹം വാസ്തവത്തിൽ എന്തായിരുന്നു? അത് ശരിക്കും മനസ്സിലാക്കുവാൻ മറ്റ് എങ്ങും പോകേണ്ട ആവശ്യമില്ല. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ തന്നെ അതിനുള്ളതായിരിക്കുന്ന മറുപടിയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ എന്താണ് നൽകിയിട്ടുള്ളത് എന്ന് മിക്കവാറും ക്രൈസ്തവ ലോകത്തിലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നാം അവിടെ വായിക്കുമ്പോൾ ശമരിയക്കാരത്തിയായിരിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് യേശുക്രിസ്തു പറയുന്നതായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. 4-ാം വാക്യത്തിൽ അവൻ ശമരിയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തൻ്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിൻ്റെ അരികെ എത്തിയപ്പോൾ അവിടെ യാക്കോബിൻ്റെ ഉറവുണ്ടായിരുന്നുവെന്നും യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിൻ്റെ അരികെ ഇരുന്നുവെന്നും ഏകദേശം 6-ാം മണി നേരം നട്ടുച്ച സമയമായിരുന്നു എന്നും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എനിക്ക് കുടിപ്പാൻ തരുമോ? ആ ചോദ്യം വളരെ നിർണായകമായ ഒരു ചോദ്യമായിരുന്നു. നട്ടുച്ച നേരത്ത് ഒരു വ്യക്തി കുടിപ്പാൻ തക്കവണ്ണം വെള്ളം ചോദിക്കുന്ന സമയം, ആ വെള്ളം കോരിക്കൊണ്ടുവന്ന് കൊടുക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയെ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം കുടിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെട്ട് ആ വ്യക്തിയോട് ചോദിച്ചപ്പോൾ ന്യായമായി നാം ചിന്തിക്കും, ഈ ദാഹത്തിൻ്റെ ഒരു ശമനം വരുത്തുവാൻ വേണ്ടിയാണ് യേശു അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് എന്ന് നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം കഴിയുമായിരിക്കാം. പക്ഷേ ആ ശമരിയ സ്ത്രീ വെള്ളം കോരിക്കൊടുക്കുവാൻ തക്കവണ്ണം അത് ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ യേശു അവളോട് സംഭാഷണം തുടങ്ങുകയാണ്. ആ സമയത്ത് യേശു
അത് അവളോട് ചോദിക്കുന്നതായ ആ സംഗതി ആ പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ശമര്യക്കാരത്തിയായിരിക്കുന്ന എന്നോട് കുടിപ്പാൻ ചോദിക്കുന്ന എങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ശമര്യക്കാരത്തി സ്ത്രീ കർത്താവുമായിട്ട് സംഭാഷണം ആരംഭിക്കുന്നു. നമുക്കറിയാം, ആ സംഗതി തീരുന്നതുവരെ നാം ശ്രദ്ധിച്ചാൽ അവൾ വെള്ളം കോരി കൊടുക്കുകയോ അവളുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി യേശു കുടിക്കുകയോ ചെയ്യുന്നതായി നാം കാണുന്നില്ല. അപ്പോൾ വാസ്തവത്തിൽ യേശുവിൻ്റെ ദാഹം എന്തായിരുന്നു? യേശുവിൻ്റെ ദാഹം ഭൗതിക വെള്ളത്തിന് വേണ്ടിയുള്ളായിരിക്കുന്ന ഒരു ആയിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അവളെ അതിന് സമ്മതിച്ചിട്ട് വെള്ളം കോരിക്കൊണ്ടുവന്ന് അവന് കൊടുത്തിട്ട് അവൻ കുടിക്കാതെ അത് ഇരിക്കണമായിരുന്നു? യാതൊരു തരത്തിലും ഒരു സംഭവം ഉണ്ടാകുന്നില്ല. വെള്ളം കോരുവാൻ ഇറങ്ങുന്നത് പോലും നാം അത് കാണുന്നില്ല. എന്നാൽ ആ ചുട്ടുപഴുത്തായിരിക്കുന്ന വെയിലത്ത്, അറ്റ് ദ ക്രീസ് ഓഫ് ദാറ്റ് ഹോട്ട് സൺ, ആ യേശുവിൻ്റെ ദാഹമെന്ന് പറയുന്നതായിരിക്കുന്ന സംഗതി വാസ്തവത്തിൽ ഈ ലോകത്തിലെ വെള്ളത്തിനു വേണ്ടിയുള്ള ദാഹമല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. 19-ാം അധ്യായത്തിൽ നാം വായിച്ചതാണല്ലോ, അതിൻ്റെ 28-ാം വാക്യത്തിൽ അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നത് അതിൻ്റെ ശേഷം എന്നുള്ളായിരിക്കുന്ന ആ പ്രയോഗത്തിലൂടെ യേശു ചില കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് അവൻ അറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിനുശേഷം തിരുവെഴുത്ത് നിവർത്തിയാകുവാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്, എനിക്ക് ദാഹിക്കുന്നു എന്നുള്ളത്. എന്താണ് വാസ്തവത്തിൽ അതിൻ്റെ ശേഷം എന്നതുകൊണ്ട് അർത്ഥമാക്കിയത്? അവിടെ യേശുവിന് ചെയ്യുവാൻ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അത് നാം ചിന്തിച്ചതാണ്. നമ്മുടെ ഒരു ദിവസത്തെ ഈ പഠനത്തിൽ നാം അത് മനസ്സിലാക്കി കഴിഞ്ഞതാണ്. യേശുവിന് തൻ്റെ അമ്മയെ യോഹന്നാനെ ഏൽപ്പിക്കുവാനുണ്ടായിരുന്നു. ആ കാര്യം ചെയ്ത ശേഷം അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സകലവും തികഞ്ഞിരിക്കുന്നു എന്നറിഞ്ഞിട്ട് യേശു കർത്താവ് പറയുന്നതായിരിക്കുന്നതായ വാക്കുകളാണ്. എന്താണ് തികഞ്ഞത് എന്ന് ന്യായമായി നാം ചോദിച്ചേക്കാം. തനിക്ക് ചെയ്തു തീർക്കുവാനുള്ളതായിരിക്കുന്ന കാര്യം തൻ്റെ മുമ്പിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ സമയമായി എന്നുള്ളത് അവൻ ഗ്രഹിച്ചുകൊണ്ട് സംസാരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. തിരുവെഴുത്തിൽ നാം വായിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അങ്ങനെയുള്ളതായിരിക്കുന്ന സംഗതിയിലേക്കാണ് നമ്മെ അത് മുൻപോട്ട് നയിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ഇനിയും എല്ലാം നിവൃത്തിയാക്കുവാനുള്ള സമയമായി എന്നുള്ളതായിരിക്കുന്ന ആ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക്, അല്ലെങ്കിൽ ആ മനസ്സിലാക്കലിലേക്ക് യേശുക്രിസ്തു എത്തിച്ചേരുവാൻ തക്കവണ്ണം ഇടയായി. ആ കൂരിരുട്ടിൽ വാസ്തവത്തിൽ ക്രൂശിൽ കിടന്നുകൊണ്ട് അപ്രകാരം ദാഹിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം എന്താണ് സംഭവിച്ചത് എന്ന് ന്യായമായി ഏത് വ്യക്തിയും ചോദിച്ചു പോകും. വെയിലുള്ള സമയത്തുള്ളതിനേക്കാൾ നല്ല കൂരിരുട്ട്, വെയിലൊട്ടുമില്ലാതെ ക്രൂശിൽ കിടന്നുകൊണ്ട് ആ കർത്താവ് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനെ മനസ്സിലാക്കണമെങ്കിൽ അതിനകത്തൊരു മാർമിക സത്യം അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നാം ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. ക്രൂശിൻ്റെ മർമ്മം എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കുവാൻ തക്കവണ്ണം സാധിക്കും. 3 മണിക്കൂറുകൾ ആ ഇരുട്ടിനകത്ത് കിടക്കുമ്പോൾ മാർമികമായി ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നത് നമുക്കിങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. പിതാവും പുത്രനും ലോകവും തമ്മിലുള്ളായിരിക്കുന്നതായ ഒരു വലിയ സംഗതിയുടെ പ്രത്യേകമായിരിക്കുന്ന നിമിഷങ്ങളായിരുന്നു ആ 3 മണിക്കൂർ യേശു ചെലവഴിച്ച കൂരിരുട്ടിലെ സമയം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതിനകത്ത് മുഴുവനും അടങ്ങിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പിതാവ് ഈ ഭൂമിയിലേക്ക് പുത്രനെ അയക്കുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ നിർവഹിച്ചെടുക്കുവാൻ വേണ്ടി ആയിരുന്നു അയച്ചത് എന്നുള്ളത് നിസ്തർക്കമാണ്. അത് മറ്റൊന്നുമായിരുന്നില്ല, ഈ ലോകത്തെ വീണ്ടെടുക്കുക എന്നുള്ള സംഗതി. ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു എന്നാണ് ആ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ലോകത്തെ സ്നേഹിക്കുവാൻ വേണ്ടി, അത്രയ്ക്ക് സ്നേഹിക്കുവാൻ, വിടുവിക്കുവാൻ, പാപത്തിൽ നിന്ന് വിടുതൽ നൽകുവാൻ വേണ്ടി ചില നിമിഷങ്ങൾ, മണിക്കൂറുകൾ അതേ വേദനയിലും ഭാരത്തിലും കൂരിരുട്ടിലും പുത്രനാകേണ്ടതായ സമയമായിരുന്നു. റെഡീമറായി, വീണ്ടെടുപ്പുകാരനായി വന്നവൻ ഈ ഭൂമിയിൽ
ആ കുരിശിൽ കിടന്നുകൊണ്ട് ആ വീണ്ടെടുപ്പിന് വേണ്ടി ചെയ്തു തീർത്തത് എത്ര വലിയതായിരുന്നുവെന്ന് മനസ്സിലാക്കാം. യേശു കർത്താവിൻ്റെ ജീവിതത്തോടുള്ളായിരിക്കുന്ന ഈ ബന്ധത്തിൽ പിതാവായിരിക്കുന്ന ദൈവം പുത്രനെ കൈവിട്ട നിമിഷമായിരുന്നു ആ നിമിഷം എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ക്രൂശിൽ കിടന്നുകൊണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? പിതാവും പുത്രനുമായിട്ടുള്ളായിരിക്കുന്ന ആ ബന്ധത്തിൽ നിന്ന് മാറി ലോകത്തെ വീണ്ടെടുക്കുവാനുള്ളായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ആ അവസരത്തിൽ യേശു എൻ്റെ ദൈവമേ എന്നാണ് വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. The whole world is redeemed in that particular time. ആ പ്രത്യേക സമയത്ത് ലോകത്തെ മുഴുവൻ അത് വീണ്ടെടുക്കുവാൻ തക്കവണ്ണം സകല പ്ലാനുകളും അവിടെ നിവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. എന്നാൽ ഒരു കാര്യം നാം പ്രത്യേകം ഓർക്കണം. യേശുവിൻ്റെ മരണം സകല ലോകത്തിൻ്റെയും പാപത്തിന് വേണ്ടിയുള്ള മരണമായിരുന്നുവെങ്കിൽ ആ മരണം മുഖാന്തരം സകല ലോകത്തെയും വിടുവിക്കുവാൻ തക്കവണ്ണം നിശ്ചയമായും പിതാവിന് കഴിയും. പുത്രൻ്റെ യാഗം അതിന് മതിയായതായിരുന്നു എങ്കിലും ഒരു വലിയ സത്യം ഇതിനകത്ത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, എല്ലാവർക്കും വേണ്ടിയാണ് ഈ യാഗം കഴിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത് എങ്കിൽ തന്നെയും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമായിരുന്നു ഈ യാഗത്തിൻ്റെ അപ്രോപ്രിയേഷൻ, അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അത് അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുകയുള്ളൂ. ശരിക്കും വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഒന്ന്, അറിയുക. രണ്ട്, അറിഞ്ഞ കാര്യം ശരിയാണെങ്കിൽ സമ്മതിക്കുക. സമ്മതിച്ച കാര്യം ജീവിതത്തിൽ സ്വീകരിക്കുക. ജീവിതത്തിൽ സ്വീകരിക്കുന്നത് വരെ അത് നമ്മുടെ സ്വന്തമാക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല. ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ഞാൻ ജനിച്ചു വളർന്നു എന്നുള്ളത് കൊണ്ട് ഞാനൊരു ദൈവപൈതലായി തീരണം എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ എങ്ങും എഴുതിയിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ അറിയുകയും ചെയ്ത അനന്തരം എനിക്ക് അവനിൽ വിശ്വസിക്കുന്ന മുഖാന്തരം പാപക്ഷമയുണ്ട് എന്നുള്ളത് സമ്മതിച്ച് വിശ്വാസത്തോടെ അവൻ്റെ അടുക്കൽ അത് ഏറ്റുപറയുമ്പോൾ മാത്രമാണ് അതെൻ്റെ സ്വന്തമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. യേശുവിൻ്റെ ജീവിതം 3.5 വർഷത്തെ അവൻ്റെ അതേ മിനിസ്ട്രി, ആ മിനിസ്ട്രിയിലെ ഒരു പ്രത്യേക നാഴികയായിരുന്നു അത് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. ഒരു നിമിഷത്തിൽ കർത്താവ് പോലും പ്രാർത്ഥിച്ചു പോയി, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് വളരെ വ്യക്തമായി ഓർപ്പിക്കുവാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ടതായിരിക്കുന്ന ഒരു സംഗതി, പാപത്തിൻ്റെ ഭാരം അത്ര വലിയതായതുകൊണ്ടാണ് അത് വഹിക്കുവാനുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ട് ശരിക്കും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അനുഭവിച്ചതുകൊണ്ടാണ് വാസ്തവത്തിൽ അങ്ങനെ അവൻ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. പാപം വളരെ വലുതായി ജീവിതത്തിൽ കടന്നു വരുവാനിടയായി. അവൻ്റെ ശരീരത്തിൽ നിന്നും അവസാനത്തുള്ളി രക്തം വരെയും, എന്തിന് രക്തവും വെള്ളവും പുറപ്പെട്ടു എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആ നിലയിലെത്തിയപ്പോൾ ആണ് അവൻ ദാഹിക്കുവാൻ തക്കവണ്ണം ആ നിലയിൽ എത്തിച്ചേർന്നത് എന്ന് മനസ്സിലാക്കാം. നിശ്ചയമായും വളരെ എക്സ്പെൻസീവായി, വളരെ വില കൊടുത്ത് നേടിയ ഒന്നാണ് യേശുക്രിസ്തുവിലൂടെയുള്ളായിരിക്കുന്ന ഈ രക്ഷയുടെ പദ്ധതി. നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് വാസ്തവത്തിൽ അതിനുവേണ്ടി ദാഹിക്കുന്നവരാണോ? ഇന്നത്തെ ലോകത്തിൻ്റെ ദാഹം ലോകത്തിന് വേണ്ടിയാണ്, ലോകത്തിൻ്റെ സംഗതിക്ക് വേണ്ടി, ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പണത്തിന് വേണ്ടി, അതോറിറ്റിക്ക് വേണ്ടി, ലോകത്തിൻ്റെതായിരിക്കുന്ന ഇംഗിതങ്ങൾക്ക് വേണ്ടി, ലോകത്തിലെ അത് പ്ലഷേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പങ്ങൾക്ക് വേണ്ടി, ഒരു വലിയ പേരുണ്ടാക്കാൻ, നമുക്ക് തന്നെ വലിയ പദവികൾ ഉണ്ടാക്കാൻ, ഈ ലോകത്തിൻ്റെ ജഡത്തിൻ്റെ ഇച്ഛകൾ നിറവേറ്റുവാനൊക്കെ നമ്മുടെ ഹൃദയത്തിൽ താല്പര്യം ഉണ്ടാവാം. പക്ഷേ യേശുവിൻ്റെ ആഗ്രഹം അതല്ല. നിത്യതയിൽ അവനോട് ഒരുമിച്ച് വാഴുവാൻ തക്കവണ്ണം കഴിയേണ്ടതിന് കാൽവരി ക്രൂശിലൂടെ ദിവ്യമായിരിക്കുന്ന ഈ വലിയ രക്ഷ നാം സ്വന്തമാക്കണം എന്ന് അവൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഈ വേദഭാഗം കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്,
യേശുവിന് വാസ്തവത്തിൽ ഈ ലോകത്തിലെ വെള്ളമായിരുന്നു ആവശ്യമെങ്കിൽ ആ ശമര്യക്കാരത്തെ സ്ത്രീയിൽ നിന്നും അവനത് വാങ്ങിക്കുടിക്കുമായിരുന്നു, ദാഹം തീർക്കുമായിരുന്നു. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: യേശു അവളോട് സംസാരിക്കുമ്പോൾ, നീ ആരാണെന്നും നിന്നോട് സംസാരിക്കുന്നവരാണ് ആരാണെന്നും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. വാസ്തവത്തിൽ ആ ജീവനുള്ള വെള്ളം കർത്താവിന് മാത്രമേ തരുവാൻ കഴിയുകയുള്ളൂ. യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലൂ. ലോകത്തിൻ്റെ വെള്ളം കുടിച്ച് വീണ്ടും ദാഹിക്കുവാനല്ല, പകരം ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ നിന്ന് മാറി കാൽവരി ക്രൂശിൽ നമുക്കായി സമ്മാനിച്ച് യേശുവിൻ്റെ ആ ദിവ്യമായിരിക്കുന്ന രക്ഷയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഈ വൈകുവേളയിലോ അല്ലെങ്കിൽ രാവിലെയോ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ഈ സമയം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുമോ? എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഒരു തീരുമാനമെടുത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. എന്നോടൊരുമിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മനോഹരമായ ഈ സമയത്ത് നിന്റെ വചനം കേൾക്കുവാൻ നിന്റെ മക്കൾക്ക്, അടിയങ്ങൾക്ക് കർത്താവെ ഇടയാക്കി തീർത്തു. ഞങ്ങൾ കർത്താവെ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന യേശുവിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ അങ്ങേ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാനുള്ള അവസരം ഉപയോഗിപ്പാനുള്ള കൃപ പ്രിയ പ്രേക്ഷകർക്ക് കർത്താവ് നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇത്രത്തോളം ഞങ്ങളെ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് ഇരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാ വിധത്തിലുള്ളായിരിക്കുന്നതായ വന്ദനങ്ങളും അറിയിക്കുന്നു. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ഇതേ സമയത്ത് ഇതേ പ്രോഗ്രാമിലൂടെ യേശുവിൻ്റെ തിരുമൊഴികൾ അടുത്തത് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ദൈവം നമ്മെ ആശീർവദിക്കട്ടെ.